ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 2025 കേരള PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാംസിനൊക്കെ ഇതിൽ നിന്ന് കറണ്ട് അഫയർ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് ആ ടോപ്പിക്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇതിന് ആൻസർ വരുന്നത് എവിടെയാണ്? കസാൻ, റഷ്യയിലെ കസാനിലാണ് 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അപ്പം ബ്രിക്സ് ഉച്ചകോടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത്? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്, കേരളമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ, കേരളം. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നുകൂടെ പറയാം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ സംസ്ഥാനം? തെലുങ്കാനയാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോണേ, ഇപ്പോഴേ പഠിച്ചു പോകണം. ഓപ്ഷൻ ബി തെലുങ്കാനയാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണെന്ന് ചോദിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ഡി PR ശ്രീജേഷ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി PR ശ്രീജേഷ് ആണ്. അടുത്ത 52ാമത്തെ ചോദ്യം, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഏതാണ്? നിഹോൺ ഹിഡാൻക്യു ആണ് കേട്ടോ. നിഹോൺ ഹിഡാൻക്യു എന്ന് പറഞ്ഞ സംഘടനയ്ക്കാണ് 2024 നോബൽ പ്രൈസ് സമാധാനത്തിന് ലഭിച്ചത് കേട്ടോ. ഈ നിഹോൺ ഹിഡാക്യു എന്ന് പറഞ്ഞ സംഘടന എവിടെയുള്ള ജാപ്പനീസ് സംഘടനയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അത് എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. അപ്പം നിഹോൺ ഹിഡാക്യു എന്ന് പറഞ്ഞ സംഘടന ഏത് സംഘടനയാണ്? ജപ്പാൻ സംഘടനയാണ് കേട്ടോ. ജപ്പാനിലെ സംഘടനയാണ്. അതായത് നമ്മുടെ ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ ബോംബിട്ട് അണുബോംബ് വർഷിച്ച് അതിൽ നിന്ന് അതിജീവിച്ചവരുടെ സംഘടനയാണ്. യുദ്ധവിരുദ്ധമായിട്ടുള്ള അതിൽ നിന്ന് അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യു കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ. കാരിച്ചാൽ ചുണ്ടൻ. അടുത്ത ചോദ്യം, 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഏതായിരുന്നു വേദിയായിരുന്ന രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദി എവിടെയാണ്? ഇന്ത്യയാണ്, നമ്മുടെ ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി കൂട്ട് എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അപ്പം നമ്മുടെ കൂട്ട് എന്ന് പറഞ്ഞ കേരള പോലീസിൻ്റെ പദ്ധതിയാണ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട് കേട്ടോ. അതുപോലെ തന്നെ കേരള പോലീസിന് മറ്റൊരു പദ്ധതിയുണ്ട്, കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കാനുള്ള കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയാണ് DDAD. ഞാനിത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്, പറഞ്ഞു പോകുന്നതാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ DDAD കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഒന്നുകൂടെ പറയാം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കേട്ടോ, നോട്ട് ചെയ്തോണേ, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. അതുപോലെ തന്നെ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAD കേട്ടോ. DDAD മറക്കരുതേ. അടുത്ത ചോദ്യം, അജണ്ട 21 അത് അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, അജണ്ട 21 അഥവാ അജണ്ട 21 എന്തിനെ സൂചിപ്പിക്കുന്നു, എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനത്തെയാണ് അജണ്ട 21 കുറിക്കുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്ത ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധി ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അപ്പോൾ എന്താണ്? ആയുഷ്മാൻ ഭാരത്
പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് 70 വയസ്സിന് മുകളിൽ ഉള്ള എല്ലാവർക്കും കേട്ടോ. അപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണേ. അപ്പോൾ അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കൊല്ലമാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലാണ് രാജ്യത്ത് തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി വന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ്. നോട്ട് ചെയ്ത് വെച്ചാണേ. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അപ്പം നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലുണ്ട്. ഒരു 4-5 മാസം മുമ്പ് ചെയ്തൊരു ക്ലാസ്സാണ്. എന്നാലും നിങ്ങളൊന്ന് പോയി കാണുക. വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ആ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. NS മാധവനാണ് കേട്ടോ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? NS മാധവൻ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു ക്ലാസ്സാണ് പ്രധാനപ്പെട്ട 2024-25 സാഹിത്യ പുരസ്കാരങ്ങളാണ്. അത് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാവുന്ന രീതിയിലൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഇത് കാണുന്ന കൂട്ടുകാരെല്ലാം ഇത് കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ആ ക്ലാസ് ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം. പ്രധാന അവാർഡുകളെ കുറിച്ചുള്ളൊരു സാഹിത്യ അവാർഡുകളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അതുകൂടെ ഒന്ന് കാണണേ. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗിശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അപ്പോൾ എന്താണ് സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗിശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? യോഗിശ്രീ പദ്ധതി അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ് കേട്ടോ. ഓപ്ഷൻ സി പശ്ചിമ ബംഗാളിലാണ് നമ്മുടെ ഈ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗിശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അടുത്തത്, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ഹാൻകാങ്ങിനാണ് കേട്ടോ. ഓപ്ഷൻ സി ഹാൻകാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഹാൻകാങ്ങിനാണ്. ഈ ഹാൻകാങ് എന്ന് പറഞ്ഞത് ആരാണ്? നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഈ ഹാൻകാങ് വരുന്നത്. സൗത്ത് കൊറിയൻ എഴുത്തുകാരിയാണ് ഈ ഹാൻകാങ് വരുന്നത് കേട്ടോ. ഹാൻകാങ് എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയൻ എഴുത്തുകാരിയാണ്. അതുപോലെ തന്നെ നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിത കൂടിയാണ് ഈ ഹാൻകാങ് കേട്ടോ. അപ്പോൾ നോബൽ പ്രൈസിൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ് ഈ വർഷം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോബൽ പ്രൈസ് ബന്ധപ്പെട്ട ക്ലാസ് മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നോബൽ പ്രൈസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി, നിലവിലെ കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടിയാണ് കേട്ടോ. ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ വൈദ്യുത വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത് കേട്ടോ. ഈ റോഷി അഗസ്റ്റിനോ ജലവകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. അതുപോലെ തന്നെ പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ്. പി രാജീവ് ഏതാണ്? വ്യവസായ നിയമവകുപ്പ് മന്ത്രിയാണ് പി രാജീവ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഓപ്ഷനിൽ കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാണ്. അടുത്തത്, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി, നിലവിലെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ആണ് വി അബ്ദുൾ റഹ്മാനാണ് കായിക വകുപ്പ് മന്ത്രി കേട്ടോ. നിലവിലെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഓപ്ഷൻ വി അബ്ദുൾ റഹ്മാനാണ്. ആ കായികം മാത്രമാണോ? അതിൻ്റെ കൂടെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പോടെ വി അബ്ദുൾ റഹ്മാനാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ പി രാജീവ് നമ്മൾ പറഞ്ഞു ഓൾറെഡി നിയമവകുപ്പ്, അതുപോലെ തന്നെ വ്യവസായ വകുപ്പും പി രാജീവാണ് കൈകാര്യം ചെയ്യുന്നത്. പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ് നമ്മൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ എം പി ആയിട്ട് മത്സരിച്ച് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് എം പി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പം നിലവിലെ ലോക്സഭ എം പി ആണ് കേട്ടോ, കെ രാധാകൃഷ്ണൻ. അതുകൊണ്ടൊന്ന് പറഞ്ഞു പോയാണേ. അടുത്തത്, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? ഓപ്ഷൻ ഡി പ്രിയങ്കയാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? പ്രിയങ്കയാണ്. ഓപ്ഷൻ ഡി പ്രിയങ്കയാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2023 ആണ്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം കേട്ടോ. അടുത്ത ചോദ്യം, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ
കുടുംബാംഗങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് 5 ലക്ഷം രൂപയാണ്. ഓപ്ഷൻ ബി 5 ലക്ഷം രൂപയാണ്. കാരുണ്യ പദ്ധതി പ്രകാരം പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? എല്ലാവർക്കും അറിയുന്നതാണ് ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭ അഥവാ UN-ന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. ക്ലിയർ ആണ്. അടുത്തത് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഓപ്ഷൻ സി മുംബൈയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഈ വിജയ്ദുർഗ് ഫോർട്ട് വില്യം വരുന്നത്. ആ ഫോർട്ട് വില്യത്തിൻ്റെ പേര് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന പേരായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണ്. അടുത്തത് താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? അപ്പോൾ താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ഏതാണ്? ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യമാണ് കേട്ടോ. ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യമാണ്. അടുത്ത ചോദ്യം 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ചോദ്യം പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സി വിജിലാണ് കേട്ടോ. സി വിജിൽ കേട്ടോ. നോട്ട് ചെയ്തോണേ. ഓപ്ഷൻ ഡി സി വിജിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കിരൺ റിജിജു ആണ് കേട്ടോ. ഓപ്ഷൻ ഡി കിരൺ റിജിജു ആണ് നിലവിലെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത്. കിരൺ റിജിജു ആണ്. അടുത്തത് നിലവിലെ കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആരാണ്. ഇപ്പോഴും ന്യൂസുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കേട്ടോ. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അടുത്ത ചോദ്യം 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. NS മാധവൻ. ഓപ്ഷൻ ബി NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി നിയന്ത്രണ പദ്ധതി ഏതാണ്? അപ്പോൾ ഒന്നുകൂടെ പറയാം. ചോദ്യം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഇതാണ് വരുന്നത്. അമൃതം ആരോഗ്യമാണ് വരുന്നത്. അപ്പോൾ അമൃത ആരോഗ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. അടുത്ത ചോദ്യം ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അപ്പോൾ എന്താണ്? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിച്ച രാജ്യമായിട്ട് വരുന്നത്. സൗദി അറേബ്യയാണ്. അപ്പം ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 ആണ് വരുന്നത്. സൗദി അറേബ്യയാണ് ലോക പരിസ്ഥിതി ദിനം 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അടുത്തത് മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയയാണ് കേട്ടോ. നൈജീരിയയാണ്. നോട്ട് ചെയ്ത് വെച്ചാൽ നൈജീരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 3ാമത്തെ ഇതാണ്. അപ്പോൾ നൈജീരിയയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയയാണ് കേട്ടോ. നൈജീരിയ. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഓപ്ഷൻ ബി കൽക്കത്തയാണ് കേട്ടോ. കൽക്കത്തയാണ്. അടുത്തത് ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലിയാണ്. നോട്ട് ചെയ്ത് വെച്ചോണേ. അപ്പം ChatGPT എന്താണെന്നറിയാം. നമ്മളെല്ലാ കാര്യവും ഇപ്പോൾ ChatGPT ത്രൂ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇറ്റലിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഇറ്റലി. അടുത്തത് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാരാണ്? അപ്പോൾ എന്താണ് ചോദ്യം? 2023
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇ.വി. രാമകൃഷ്ണനാണ് കേട്ടോ. അപ്പം ഇ.വി. രാമകൃഷ്ണനാണ്. അപ്പോൾ ഇ.വി. രാമകൃഷ്ണനാണ് മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് കേട്ടോ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി കോഴിക്കോടാണ് കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ഏത് സ്ഥലമാണ്? കോഴിക്കോടാണ് കേട്ടോ. സ്ഥിരമായിട്ട് ചോദിച്ചാണ്. പിന്നെ അടുത്തത്, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ തിരികെ സ്കൂളിലേക്ക്, നമ്മളറിയാം, നമ്മൾ തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്ത വന്നതാണ്. ഏതാണ്? കുടുംബശ്രീ പ്രവർത്തകരൊക്കെ പഴയ ആളുകളെല്ലാം തിരികെ സ്കൂളിലേക്ക് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അപ്പോൾ തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ കേട്ടോ, നോട്ട് ചെയ്താണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം ആണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ തീമുകൾ ശരിയായ ക്രമപ്പെടുത്തുന്നതാണ്. തീമുകൾ ശരിയായ ക്രമപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേരള വിനോദസഞ്ചാര ദിനം 2024 തീം എന്താണ്? സുസ്ഥിര യാത്രകൾ, കലാതീതമായ ഓർമ്മകൾ. അതുപോലെ തന്നെ കേരള വിനോദസഞ്ചാര 2024 കേരള വിനോദസഞ്ചാരത്തിൻ്റെ തീം എന്ന് പറയുന്നത് വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. അതുപോലെ തന്നെ UNEP-യുടെ 2024 തീം എന്താണ്? നമ്മുടെ ഭൂമി നമ്മുടെ ഭാവിയാണ് കേട്ടോ. അതുപോലെ തന്നെ ലോക വിനോദസഞ്ചാര ദിനം 2024 തീം വിനോദസഞ്ചാരവും സമാധാനവും ആണ് വരുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്തത്, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ ആരാണ്? നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചാണ്, വി ഹരിനായരാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ വി ഹരിനായരാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? വയോമധുരം കേട്ടോ. വയോമധുരം. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെട്ട പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? പദ്ധതി ഏതാണ്? വയോമധുരം. അടുത്ത ചോദ്യം, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുമെന്നാണ്. നോക്കാം. രാജ്യത്തെ ആദ്യ ശരിയായവ തിരഞ്ഞെടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. 2025 ഏപ്രിൽ 6 പുതിയൊരു പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ശരിയാണ്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ്? നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ, കണ്ടോ, നോട്ട് ചെയ്തോണേ. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഒഡീഷയാണ്. അടുത്ത നല്ലൊരു ചോദ്യമാണ്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ 100 ജില്ലകളാണ് ഉൾപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അതിൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ സി
രാംനാഥ് കോവിന്ദ് ആണ് കേട്ടോ. ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. അപ്പോൾ എന്താണ്, ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷ ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനുമായി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരാണ് വിദ്യാ സമുന്നതി കേട്ടോ. വിദ്യാ സമുന്നതി. ഓപ്ഷൻ ഡി വിദ്യാ സമുന്നതി. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കേട്ടോ, കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരാണ് ഓപ്ഷൻ ഡി വിദ്യാ സമുന്നതി. അടുത്തത്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോന ലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ് ആണ്. അടുത്തത്, അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി സുനിത വില്യംസ് ആണ്. ഒന്നുകൂടെ പറയാം, അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ഡി സുനിത വില്യംസിനെയാണ്. അടുത്തത്, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെയാണ് ഉപഗ്രഹങ്ങൾ സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഏതൊക്കെയാണ്? SDX-01 ആൻഡ് SDX-02 ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്തത്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഏതാണ്? ഓപ്ഷൻ എ സൾഫറിന്റെ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാണ് ചോദിച്ചത്. സുഖ്ജിത് സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗുകേഷ് ടിയും ഹർമൻപ്രീത് സിംഗും മനു ഫാക്കറും ഒക്കെ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയവരാണ് കേട്ടോ. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളിലോട്ട് പോയി. ഈ വർഷത്തെ അടുത്ത ചോദ്യം, മരണാനന്തര ബഹുമതിയായ 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി MT വാസുദേവൻ നായരാണ് കേട്ടോ. ഓപ്ഷൻ ബി MT വാസുദേവൻ നായരാണ് 2025 മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാരാണ്? MT വാസുദേവൻ നായരാണ്. അടുത്തത്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ആണ്. അപ്പോൾ എന്താണ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. അടുത്തത്, മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യ സമിതിയാണ്. ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യ സമിതിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ നോക്കാം. പി സതീദേവിയാണ് സംസ്ഥാന കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് നിലവിൽ. ശരിയാണ്. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. ശരിയാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ശരിയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കുക എന്നാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് നോക്കാം നമുക്ക്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. ശരിയാണ്. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളമാണ്. തെറ്റായിട്ടുള്ളതാണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് വരുന്നത്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്നത് തരത്തിലായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 3 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഓൺലി 1 and 3 ആണ്. അടുത്തത്, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ശരിയാണ്. അതുപോലെ ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ശരിയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 ഉം 2 ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി? എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത്, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ആണ്. വി സുനിൽകുമാർ ആണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ ആണ്.
അടുത്ത ചോദ്യം, എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കീതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കീതൂർ പക്ഷിഗ്രാമമാണ് അടുത്തായിട്ട് എക്കോ ടൂറിസം പോയിന്റായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കീതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. നല്ല ചോദ്യമാണ്, ഇനിയും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ഐരാവതാണ് കേട്ടോ. ഓപ്ഷൻ സി ഐരാവതാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? അപ്പോൾ ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ എന്താണ്? ഓപ്ഷൻ ഡി ഇ ക്യൂബ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇ ക്യൂബ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതാണ്? ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓപ്ഷൻ എ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി സജി ചെറിയാനാണ് കേട്ടോ. അപ്പം നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. അടുത്തത്, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ്? ഓപ്ഷൻ ഡി ജീവനി പദ്ധതി കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? അപ്പോൾ എന്താണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം എന്നാണ് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി സ്പാഡക്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി സ്പാഡക്സ് ആണ്. അടുത്ത ചോദ്യം, 2023 രസതന്ത്ര നോബൽ പ്രൈസ് നോട്ട് ചെയ്തോണേ, 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ് ആണ്. 2023 ആണ്. ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ് ആണ്. അടുത്ത ചോദ്യം, ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. 2022, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയെ പോലെ തന്നെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ന്യൂസിലൻഡ് കിരീടം നേടിയത് 2000-ലാണ്. അപ്പം ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് ഇതിന് ആൻസർ വരുന്നത്. 49-ൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-നാണ്. ഓപ്ഷൻ എ 2025 മെയ് 2-നാണ് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിച്ചത്. അടുത്തത്, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഒന്ന് ഓപ്ഷൻ ഡി JD വാൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി JD വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അടുത്ത ചോദ്യം, 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സൗദി അറേബ്യയാണ്. ഒന്നുകൂടെ പറയാം, 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സൗദി അറേബ്യയാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി പുല്ലമ്പാറയാണ് കേട്ടോ. അപ്പോൾ പുല്ലമ്പാറ പഞ്ചായത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് കേട്ടോ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്പറേഷൻ
ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിന് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രശസ്തനാണ്? അപ്പോൾ എന്താണ്? 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രശസ്തനാണ്? ഓപ്ഷൻ സി ചലച്ചിത്ര രംഗമായിട്ട് ബന്ധപ്പെട്ടാണ്, ചലച്ചിത്ര രംഗം. അടുത്തത് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. അപ്പോൾ ഒഡീഷയിലാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത്, ഒഡീഷയാണ്. അടുത്തത് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ്? സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറ. ഓപ്ഷൻ ബി ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. അടുത്തത് 2023 2023 രസാന്തര നോവൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണ്? ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം ഡോട്ട്സിൻ്റെയാണ്. ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സിൻ്റെയാണ്. അടുത്തത് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ സമീർ വി കാമത്താണ് കേട്ടോ. അപ്പോൾ DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി സമീർ വി കാമത്താണ്. അടുത്തത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ എന്താണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി കേട്ടോ. അടുത്തത് 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലംഘിയ ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ചാണ്? അപ്പോൾ എന്താണ്? 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലംഘിയ ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ച ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? നൃത്തത്തിലാണ്. ഓപ്ഷൻ ബി നൃത്തമാണ് കേട്ടോ. അടുത്തത് 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആക്ഷാധാരയ്ക്കാണ്. ഓപ്ഷൻ എ ആക്ഷാധാരയ്ക്കാണ്. അടുത്തത് 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, ഇനിയും ചോദിക്കും. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ബി എ ജയതിലക് IAS ആണ്. ഓപ്ഷൻ ബി എ ജയതിലക്കാണ് 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി കേട്ടോ. അടുത്തത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണോ? എല്ലാവർക്കും അറിയാവുന്നതിന് ഓപ്ഷൻ ഡി സിന്ദൂറാണ് കേട്ടോ. അപ്പോൾ എന്താണ്? പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? അപ്പോൾ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? BR ഗവായ് കേട്ടോ. ഓപ്ഷൻ സി BR ഗവായ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? എ ഷാജഹാനാണ്. ഓപ്ഷൻ എ ഷാജഹാനാണ്. അടുത്ത ചോദ്യം, 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഓപ്ഷൻ എ വിക്രം മിർസിയാണ് കേട്ടോ. ഓപ്ഷൻ എ വിക്രം മിർസിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രചോദനം പദ്ധതി കേട്ടോ. ഓപ്ഷൻ എ പ്രചോദനം പദ്ധതിയാണ്. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ് കേട്ടോ. അപ്പോൾ എന്താണ്? 2023 ഗ്രീൻ
ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഓപ്ഷൻ ഡി അജയ് ബംഗയാണ് കേട്ടോ. ഓപ്ഷൻ ഡി അജയ് ബംഗയാണ്. അടുത്തത് 2023 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പെരുമ്പടവൻ ശ്രീധരനാണ്. ഓപ്ഷൻ സി പെരുമ്പടവൻ ശ്രീധരനാണ് 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 2024 2024 രസാന്തര നോബൽ പുരസ്കാരത്തിന് നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചതാർക്കാണ്? 2024 രസാന്തര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചതാർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ്. ഓപ്ഷൻ സി ഡേവിഡ് ബേക്കറാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചാണ്. എന്താണ് ആ കോഡ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്ലാസ് കണ്ടവർക്ക് അത് മനസ്സിലാവും. രസതന്ത്രമായിട്ട് ബന്ധപ്പെട്ട കോഡ് എന്താണ്? ബേക്ക് ചെയ്യാത്ത രസമുള്ള ഐറ്റംസ് കാണുമ്പോൾ ജമ്പ് ചെയ്ത് മിസ് ചെയ്യാതെ കഴിക്കുമെന്നുള്ളതാണ് രസതന്ത്രമായിട്ട്. ബേക്ക് ചെയ്യാത്ത രസമുള്ള ഐറ്റംസ് കാണുമ്പോൾ ജമ്പ് ചെയ്ത് മിസ് ചെയ്യാതെ കഴിക്കുമെന്നുള്ള. അപ്പം എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കഴിക്കുന്നത് എന്തൊക്കെയാണ്? പ്രോട്ടീൻ ആണ് വരുന്നത്. അപ്പം എന്തൊക്കെയാണ്? അപ്പം നമ്മൾ എങ്ങനെയാണ് 2024 രസതന്ത്ര നോബലിന് കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് എന്തൊക്കെയാണ്? ബേക്ക് ചെയ്യാത്ത. അപ്പോൾ എന്താണ്? ഡേവിഡ് ബേക്കറും പിന്നെ മറ്റൊരാൾ ആരാണ്? ഐറ്റംസ് കാണുമ്പോൾ ജമ്പ് ചെയ്ത് കേട്ടോ, ജമ്പറും ആണ് വരുന്നത് കേട്ടോ. അപ്പം ക്ലിയർ ആണേ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ നോബൽ സമ്മാനത്തിൻ്റെ ക്ലാസ് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്നത് വളരെ ലളിതമായിട്ടും കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോബൽ പ്രൈസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അടുത്ത ചോദ്യം, 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ആൻസർ വരുന്നത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗുമാണ് കേട്ടോ. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗുമാണ് കേട്ടോ. അടുത്തത്, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡാണ്. റിപ്പീറ്റ് ചെയ്ത് എത്രാമത്തെ പരീക്ഷയ്ക്കാണ് ഇപ്പം ഈ വർഷം തന്നെ നടന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ചോദ്യം? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത്, ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്താണ്? പ്രധാന മുദ്രാവാക്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് പ്രധാന മുദ്രാവാക്യം? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവിയാണ് വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 3 ശരിയെന്നാണ്. അടുത്തത്, 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ് ഓപ്ഷൻ ഡി. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ വി രാമസുബ്രഹ്മണ്യനാണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. അടുത്തത്, സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടനം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഏതാണ്? ഓപ്ഷൻ എ സ്പേസ് എക്സ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ് ആണ് നിർമ്മിച്ചത് കേട്ടോ. അടുത്തത് 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ് നോക്കുന്നത്. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ 4 വിക്കറ്റ് ജയം ശരിയായിട്ടുള്ളതാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടം ശരിയായിട്ടുള്ളതാണ്. രോഹിത് ശർമ്മയാണ് ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കുന്നത്. തെറ്റാണ്. ടൂർണമെൻറ്റിലെ താരമാണ്. ടൂർണമെൻറ്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് രജിൻ രവീന്ദ്രയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 3 മാത്രമാണ്. അടുത്തത്, 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തതാരാണ്? ഓപ്ഷൻ ഡി ക്ലാഡിയ ഗോൾഡിനാണ് കേട്ടോ. ക്ലാഡിയ ഗോൾഡിനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്തുള്ള കോഡ് വെച്ച് പഠിച്ചാണ്. എന്താണ്? കോഡുകൾ വെച്ച് പഠിച്ചാണ്. 2 സണ്ണിന് താരനുണ്ട്. താരൻ കൂട്ടാൻ സാമ്പത്തികമായി ഒരുപാട് പൈസ വേണ്ടി വരും എന്ന കോഡ് നമ്മൾ ഉപയോഗിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം പരീക്ഷയ്ക്ക് ഓർക്കണേ. അപ്പോൾ 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയവരിൽ ഉൾപ്പെടാത്ത ആരാണ്? ക്ലാഡിയ ഗോൾഡിനാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16ാമത് ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയായിട്ടുള്ളതാണ്. 2006
സംഘടന ആരംഭിക്കുന്നത്? ശരിയായിട്ടുള്ളതാണ്. കസാൻ സ്ഥിതി ചെയ്യുന്ന ചൈനയിലാണ്. കസാൻ സ്ഥിതി ചെയ്യുന്ന ചൈനയിലാണോ? റഷ്യയിലല്ലേ? അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളതാണ്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. അപ്പം ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1, 2, 4 ശരിയാണ് കേട്ടോ. 1, 2, 4 ശരിയാണ്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്ലൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? അപ്പോൾ നോട്ട് ചെയ്തോണേ, 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്ലൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി അമേരിക്കയിലാണ്. ഓപ്ഷൻ സി അമേരിക്കയിലാണ്. അടുത്തത്, ISROയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ L1 ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നികഷാജിയാണ്. ശരിയാണ്. ഈ ദൗത്യം 7 പെലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ശരിയായിട്ടുള്ളതാണ്. 2023 സെപ്റ്റംബർ 2 PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദ്യത്തെ L1 വിക്ഷേപിച്ചത്. ശരിയായിട്ടുള്ളതാണ്. സൂര്യനിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ ശരിയല്ലാത്തവയാണ് വെച്ചാൽ 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദ്യത്തെ L1 സ്ഥിതി ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അടുത്ത 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ് എന്നാണ് ചെയ്യുന്നത്. ആർക്കാണ്? ഓപ്ഷൻ എ ഡേവിഡ് ബെക്കർ ആണ് കേട്ടോ. ഡേവിഡ് ബെക്കർ ആണ് കേട്ടോ. അടുത്തത്, ഓപ്പറേഷൻ അമൃത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഓപ്പറേഷൻ അമൃത് കേട്ടോ. ഓപ്പറേഷൻ അമൃത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആൻറ്റിബയോട്ടിക്കുമായിട്ട് കണക്ട് ചെയ്തോണേ. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്ന ആ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അമൃത് കേട്ടോ. അടുത്തത്, മോക്ഷ ചുഴലിക്കാറ്റിൻ്റെ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി യമൻ ആണ് കേട്ടോ. മോക്ഷ ചുഴലിക്കാറ്റിൻ്റെ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി യമൻ ആണ്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബേഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഗായത്രി സ്പിവാക്ക് ആണ് കേട്ടോ. ഗായത്രി സ്പിവാക്ക്. അപ്പോൾ 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബേർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഗായത്രി സ്പിവാക്കാണ് വരുന്നത്. അടുത്ത ചോദ്യം ഗായത്രി അത് തന്നെ റിപ്പീറ്റ് ചെയ്തോന്നല്ലേ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. സഞ്ജയ് മൽഹോത്രയാണ്. അതുപോലെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊടുന്ന് ചാനൽ കാണാം. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് സബ്സ്ക്രൈബായിട്ടും ലൈക്കായിട്ടുമാണ് വേണ്ടത്. അപ്പം അടുത്ത ചോദ്യം എന്താണ്? 2024 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം. അപ്പോൾ 2024 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇസ്രായേലാണ് കേട്ടോ. ഓപ്ഷൻ എ ഇസ്രായേലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയതാരാണ്? ഓപ്ഷൻ സി ഡി ഗുഗേഷ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ഡി ഗുഗേഷ് ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ഡി ജ്ഞാനേഷ് കുമാറാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയായിട്ടാണ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ 2025 നവംബറിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്താണെന്നാണ് വിശേഷിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. S-400 ട്രിംഫ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇനിയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്താണ്? S-400 ട്രിംഫ് ആണ്. ഇത് റഷ്യയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അതുകൂടെ നോട്ട് ചെയ്ത് വെച്ചാണേ. പിന്നെ 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തെല്ലാണ് ലഭിച്ചത്? നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. എന്താണ്
കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്തതിലാണ്. ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്തതിലാണ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് സമ്മാനം ലഭിച്ചത് വിഷയം ഏതാണ്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്തതിലാണ്. അടുത്ത ചോദ്യം, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. അപ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് നിലവിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ കേട്ടോ. 77ാമത് കാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? പായൽ കപാഡിയാണ്. ഓപ്ഷൻ എ പായൽ കപാഡിയാണ്. ഒന്നുകൂടെ പറയാം, 77ാമത് കാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? പായൽ കപാഡിയ. അടുത്ത ചോദ്യം, 2023 നോട്ട് ചെയ്തോണ്ട് 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിൻ്റെ കർത്താവ് ആരാണ്? രൗദ്ര സാത്വികത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ എ പ്രഭാവർമ്മയാണ് കേട്ടോ. അടുത്തത് 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവാരാണ്? ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തിയാണ് കേട്ടോ. 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവാരാണ്? മിഥുൻ ചക്രവർത്തിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2024 കേരള PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ പരീക്ഷകളുടെയും കറണ്ട് അഫെയർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി തുടർന്നും വേണം. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മുൻപിലിട്ട കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട നോബൽ പ്രൈസിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, അതുപോലെ പ്രധാന സാഹിത്യ അവാർഡുകളായിക്കോട്ടെ, നമ്മൾ ഇടുന്ന ക്ലാസ്സുകളെല്ലാം മാക്സിമം കാണാൻ ശ്രമിക്കുക. വളരെയധികം സിമ്പിൾ ടെക്നിക്ക് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള. എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊക്കെ ക്ലാസ്സാണ് എടുക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ തരത്തിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ സാധിക്കൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന എക്സാംസിനെല്ലാം ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.